1930 മഹാത്മാഗാന്ധി ഒരു സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചു. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. ഇന്ത്യക്കാർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ചോയ്സിനെ ഇല്ലാതാക്കാനാണ് അന്ന് ബ്രിട്ടീഷ് സർക്കാർ ശ്രമിച്ചത്. അതിനെതിരെയാണ് ഗാന്ധി സത്യാഗ്രഹം തുടങ്ങിയത്. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്ത് തിരഞ്ഞെടുക്കണം എന്ന സ്വാതന്ത്ര്യം കൂടിയാണ് 1947 നമുക്ക് കിട്ടിയത്. ആ ചോയ്സ് ഇല്ലാതാക്കാനാണ് E20 പെട്രോൾ കൊണ്ടുവന്നതിലൂടെ സർക്കാർ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ. എത്തനോൾ കലർന്ന പെട്രോൾ വന്നാൽ കർഷകർക്ക് ഗുണമുണ്ടാവും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ മാറ്റത്തിലേക്ക് മാറാൻ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് സാവകാശം കൊടുക്കണം. അവർക്ക് നിലവിലുള്ള ചോയ്സുകൾ എടുത്തു കളഞ്ഞുകൊണ്ടാകരുത്. ഡിജിറ്റൽ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത് UPI കൊണ്ടുവന്നപ്പോൾ നമ്മൾ ആരും അതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചില്ല. കാരണം ഡിജിറ്റൽ കറൻസിക്കൊപ്പം തന്നെ സാധാരണ ക്യാഷ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അത്തരമൊരു സാഹചര്യവും അത്തരമൊരു ചോയ്സുമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത്തരം മാറ്റങ്ങൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ വയറ്റത്തടിച്ചുകൊണ്ടോ അവർ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അവരുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിക്കൊണ്ടോ ആവരുത്. ഏത് പെട്രോൾ ഉപയോഗിക്കണം എന്നുള്ള ചോയ്സ് അവൻ്റേത് മാത്രമാണ്. E20 മാറാനുള്ള സമയം കിട്ടുന്നത് വരയ്ക്കും ആ ചോയ്സ് നിലനിൽക്കുക തന്നെ വേണം.